എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. കാളപൂട്ട് കാണാൻ പോയിരുന്നു കരലായി. എനിക്ക് ഇതിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനൊന്നും പറയുന്നില്ല. നിയമങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ഇതെന്താണ് സംഭവം എന്നെ കുറിച്ചൊക്കെ ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഈ ഒരു പരിപാടി കാണുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടു നോക്കുക, ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. മുഹമ്മദ് കോട്ടപ്പാട് 256 കുടുങ്ങിയന്മാർ ഒതുക്കുന്ന രണ്ടാം കൊടുക്കുന്ന 1:7 സെക്കൻഡ് 15.17. അടുത്ത പടം 2 1 രണ്ടാം ചെറു സംശയമുണ്ടോ? കൂടെ ഇറങ്ങിക്കടാ തങ്കടവാണേ ഒതുക്കുന്ന 287 കൈലിക്കര പ്രദേശ് വിളയിൽ 3-ാം ചോട് 58. ഇപ്പോൾ നമ്പർ 54 ലഭ്യമാണ്.
ഒരു 3-4 കളേഴ്സ് കൈക്കൊള്ളും കാര്യങ്ങൾ സ്പീഡാണ്. 3-4 കളേഴ്സ് നിർബന്ധമായും കൈക്കൊള്ളി കാര്യങ്ങൾ സ്പീഡാണ്. 4 വായിക്കുന്നത് മുത്തു ചന്ദ്രകണ്ണ് കുഞ്ഞാണി കണ്ടൊരു 3 പേരും ഈ കൈക്കളത്തിൽ അവസാന നിമിഷം വരെ മഴ നമ്മളെ ചതിച്ചില്ല കേട്ടോ. അത്യാവശ്യം നല്ല കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് എടുത്ത് ഒരു ചായ കുടിക്കാൻ പോയതാണ്. അപ്പോൾ ചായക്കടികൾ അങ്ങനെയുള്ള സംഭവങ്ങൾ കച്ചവടങ്ങളൊക്കെ ഒരുപാട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഞാനും ഷിയാസും നേരെ ചായ കുടിക്കാൻ വിട്ടു കേട്ടോ. അപ്പോൾ ബിൻഷേട്ടൻ എത്തിയിട്ടില്ല, സജീവേട്ടൻ എത്തിയിട്ടില്ല കേട്ടോ. ഞങ്ങളാണ് നേരത്തെ എത്തിയത്. അപ്പോൾ ദേ കാക്കയുടെ കയ്യിൽ നിന്ന് ഒരു ചായ അതേപോലെ ഉള്ളിവടയൊക്കെ കഴിച്ചിട്ട് നമ്മൾ അങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ അടുത്തേക്ക് സജീവേട്ടൻ എത്തുന്നത്. അങ്ങനെ ചായയുടെ പൈസ കൊടുത്ത് ദേ നമ്മൾ തിരിച്ചു പോവുകയാണ്. കാരണം പരിപാടി അവിടെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എന്നാലും വളരെ ചെറിയൊരു പയ്യൻ ദേ കന്നിനെ കൊണ്ടുപോകുന്നൊരു വീഡിയോ കേട്ടോ നമുക്ക് മിസ്സായത്. അപ്പോൾ ദേ എല്ലാവർക്കും ആ പയ്യനെ ഇഷ്ടമായി. എല്ലാവരും അവന് ദേ പൈസ കൊടുക്കുന്നുണ്ട് കേട്ടോ. സംഭവം വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആട്ടത്. ആ ചെറിയ പയ്യൻ എന്താ പറയുക, ആ ഒരു കന്നിൻ്റെ പിറകെ പിടിച്ചു പോകുന്നതൊക്കെ നമുക്ക് തന്നെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത സംഭവമാണത്. ഏതായാലും എല്ലാവരും ഒരു എന്താ പറയുക, ചുറ്റുപോറുള്ള ആളുകൾ അവനിങ്ങനെ പൈസ കൊടുക്കുന്ന ഒരു കാഴ്ച വല്ലാത്തൊരു കാഴ്ചയാണ്. ഒരു കന്ന് ഓടിയപ്പോൾ നമ്മളും ചുമ്മാ ഒന്ന് മൊബൈലെടുത്ത് ടൈമർ വെച്ച് നോക്കി കേട്ടോ. പക്ഷേ നമുക്ക് കിട്ടിയത് ഒരുപാട് ലേറ്റ് ആയിട്ടാണ്. 15 സെക്കൻഡൊക്കെ കിട്ടി കേട്ടോ.
സംഭവം ദേ പിന്നെയും ആ ഒരു പയ്യൻ ഓടിക്കാൻ നോക്കിയിട്ട് പക്ഷേ ഒന്ന് വീണു പോയി. രണ്ടാമത് ദേ അവരപ്പത്തേക്കും സെറ്റ് ചെയ്ത് കൊടുത്തു. അവർ രണ്ടാമതും അവരെ ഓടിച്ചു കേട്ടോ. സംഭവം വല്ലാത്തൊരു അനുഭവമായിട്ട് ഇതൊക്കെ കാണുന്നതേ. ചെറിയ ചെറുക്കെന്ന് പറഞ്ഞാൽ വളരെ ഒരു 10ഓ 14ഓ ആ വയസ്സൊക്കെ ഉണ്ടാവത്തുള്ളൂ. എന്തായാലും ആ ഒരു വയസ്സിന് മേലെ അങ്ങോട്ട് പോകാൻ ചാൻസ് ഇല്ല. എന്നാലും ദേ രണ്ടാമത്തെ വട്ടം അവൻ വീണു. എന്നിട്ട് ദേ അവരൊക്കെ സെറ്റ് ചെയ്തെടുത്തു. രണ്ടാമത് അവൻ ഓടിക്കുകയാണ്. അപ്പോൾ ഇത് മത്സരത്തിൻ്റെ ഭാഗമല്ല തോന്നുന്നു കേട്ടോ. അതുകൊണ്ടാണ് മത്സരം ഏകദേശം കഴിഞ്ഞു തുടങ്ങി. ആ സമയത്താട്ടോ ഈ ഒരു ഇവൻ്റെ ആ ഒരു ഓട്ടം. അങ്ങനെ മത്സരങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നേരെ ട്രോഫിയുടെ അടുത്തേക്കാണ് പോകുന്നത്. അതുവരെ ട്രോഫി കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ ദേ അത് കഴിഞ്ഞോടുകൂടി ട്രോഫി തലപൊക്കി തുടങ്ങി കേട്ടോ. അപ്പോൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. അവിടെയാണ് പരിപാടികൾ കേട്ടോ. 5ാം സ്ഥാനത്തിന് അർഹനായിരിക്കുന്ന കന്നിർമ 15ാം നമ്പറിൽ പൊട്ടിയ KMH ഇസ്മായിലാജ് വെട്ടിക്കാട്ട് എന്നൊരു കന്നിനാണ് 5ാം സ്ഥാനത്തിന് അർഹമായിരിക്കുന്നത്. 43.52 സെക്കൻഡ് കരസ്ഥമാക്കി ഈ ആവേശത്തിൽ കുടുംബത്തൂർ ജില്ലയുടെ 45ാം നമ്പറിൽ പൊട്ടിയ എളയൂർത്ത് കല്ലിങ്ങൽ ഷാഫി പുല്ലൂര് എന്നിവരുടെ 2ാം ജോഡി കന്നിനാണ് മത്സരത്തിന്റെ 2ാം സ്ഥാനത്തിന് 25-26 ഈ സീസണിൽ തുടക്കമിട്ടുകൊണ്ട് കാളപ്പൂട്ടിന്റെ ആവേശ കാഴ്ചകൾ ഇന്നത്തോടുകൂടി ആവേശം തെളിപ്പിക്കുമ്പോൾ മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പട്ടാമ്പി സമ്മാനിക്കുന്ന മനോഹരമായ പട്ടുകൂട്ടൻ ട്രോഫികളുമായിക്കൊണ്ട് ഇന്നലെ ആവേശജനമായ കാളപ്പൂട്ട് മത്സരത്തിന്റെ 1ാം സ്ഥാനത്തിന് അർഹമായിക്കൊണ്ട് ഈ മത്സരത്തിന്റെ ആദ്യ റൗണ്ടിൽ 13.75 സെക്കൻഡ്, 2ാം റൗണ്ടിൽ 14.07 സെക്കൻഡ്, 3ാം റൗണ്ടിൽ 13.97 സെക്കൻഡ് എടുത്ത് മൊത്തം 3 റൗണ്ട് കൂടെ 41.79 സെക്കൻഡ് കരസ്ഥമാക്കി ഇന്നത്തെ ആവേശജനമായ ഈ കാളക്കൂട്ട് മത്സരത്തിൽ നാളത്തെ പെൺപുലരിയിൽ ഈ മലയോര ജനത ഒരു പുതിയ വിജയെ കാത്തിരിക്കുമ്പോൾ ഇന്നത്തെ ഈ പുലരിയുടെ ഈ ആവേശകരമായ കാളക്കൂട്ട് മത്സരത്തിന്റെ 1ാം സ്ഥാനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു 50 നമ്പറിൽ പൊട്ടിയ LC വളാഞ്ചേരി. ഈ ആവേശകരമായ മത്സരത്തിന്റെ 1ാം സ്ഥാനത്തിന് അർഹമായിരിക്കുന്നത് മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പട്ടാമ്പി സമ്മാനിക്കുന്നു ട്രോഫി ഏറ്റുവാങ്ങിയത് 1ാം സ്ഥാനത്തിരിക്കുന്നവർ LC വളാഞ്ചേരി തന്നെ തയ്യാറാക്കി കൊണ്ടുവന്ന് ട്രോഫി ഏറ്റുവാങ്ങാം. അപ്പൊ കഴിഞ്ഞു മക്കളെ, കഴിഞ്ഞു പോവാണ് സംഭവം. ഒരു രക്ഷയില്ല കേട്ടോ. അടുത്ത കാളപൂട്ടിന് അവിടെ ദൂരം എവിടെയാണ്. പക്ഷെ കാര്യണ്ടേ, ഇവിടെ പറമ്പ് മൊത്തം കന്നുകളാണ്. എൻ്റെ മക്കളെ അടിപൊളി സാധനങ്ങൾ, എന്താ പറയുക, സൂപ്പർ മുരുകുട്ടികൾ കാണിച്ചു തരാം. ഇവിടെ മുതൽ തുടങ്ങും കേട്ടോ. ഇവിടുന്ന് അവിടെ തുടങ്ങി കഴിഞ്ഞിട്ട്